മഞ്ഞളിപ്പെന്നും മഹാളിയെന്നും പേര് വിളിക്കുന്ന വൈറസാണ് വയനാട്ടിലെ കമുകിൻ തോട്ടങ്ങളെ കീഴടക്കിയിരിക്കുന്നത്. കുമിളി രോഗവിഭാഗത്തിൽപ്പെടുന്ന മഹാളി രോഗം മണ്ണിലൂടെ പടർന്നു പിടിക്കുന്നു. തെങ്ങിലെ കാറ്റുവീഴ്ചയ്ക്ക് സമാനമാണ് മഞ്ഞളിപ്പ് രോഗബാധ. കമുകിലെ ഓലകൾ മഞ്ഞ നിറത്തിലാകുകയും പിന്നീട് ഓലകൾ പൊഴിഞ്ഞ് കമുക് ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. 2 വർഷം മുൻപ് വൈത്തിരി താലൂക്കിലെ ചൂണ്ടയിൽ കാണപ്പെട്ട വൈറസ് രോഗം തവിഞ്ഞാൽ, എടവക, തിരുനെല്ലി, മേപ്പാടി പഞ്ചായത്തുകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. രോഗം ബാധിച്ച് കമുകുകൾ 50 രൂപയ്ക്ക് വിൽപ്പന നടത്തുകയാണ് കർഷകർ. സാധാരണ ഞങ്ങൾ തുരിശുകുമ്മായി അടിച്ചാണ് കമുക് നിർത്തുന്നത്, കായ നിർത്തുന്നത്. ഇപ്പോൾ അതും ഇല്ല, മരം ഉണങ്ങിപ്പോയി. ഇപ്പോൾ 2 വർഷമായിട്ട് ഒരു ആദായം അതിൽ കിട്ടുന്നില്ല. ഇപ്പോൾ ഇവിടെ ഒരു 100-150 കർഷകരോളം ആത്മഹത്യൻ്റെ വക്കീലാണ്. ഏറ്റവും ചുരുങ്ങി 20, ഏറ്റവും കൂടി 50 രൂപ ഒരു കവുങ്ങിന് കിട്ടുന്നത്. അത് വെട്ടി കൊണ്ടുപോയാൽ തന്നെ അത് കിട്ടി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. വൈറസ് രോഗബാധയെ ഇല്ലാതാക്കാൻ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുത്ത മരുന്നുകളും ഗുണം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വൈറസ് രോഗബാധ മറ്റു തോട്ടങ്ങളിലേക്കും വ്യാപിക്കുന്നു. കവുങ്ങുകളിലെ മഞ്ഞളിപ്പ് രോഗത്തിന് പരിഹാരം കാണാൻ വയനാട്ടിലെ കർഷകർക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല. തുരിശും കുമ്മായവും മാത്രമാണ് ഇപ്പോഴും ഈ കർഷകരുടെ പ്രതിവിധി. ക്യാമറാമാൻ സുശാന്തിനൊപ്പം ബിനോയ് രാജൻ, വയനാട്, ഇന്ത്യ വിഷൻ.